റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ലോക ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളുടെയും എല്ലാ സന്ദർഭങ്ങളുടെയും ഒരേയൊരു ആഗ്രഹം, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു അടിമയായി ജീവിച്ച് മരിക്കണമെന്നാണ്. അല്ലാഹു നമുക്കതിന് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ആയുസ്സിലെ ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും ഓരോ സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും നിങ്ങൾ 3 തവണ അനുവർത്തിക്കേണ്ടതായ ഒരു പ്രത്യേക ദിക്റാണ്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യൻ വറസൂലാ. വളരെ അർത്ഥവത്തായ മനുഷ്യ മനസ്സിന്റെ ഹൃദയാങ്കരങ്ങളിൽ നിൽക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഈ വചനം. റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവേ എന്റെ രക്ഷിതാവായി, യജമാനനായി, എന്റെ സൃഷ്ടാവായി നിന്നെ കൊണ്ട് ഞാൻ പരിപൂർണമായി തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു തൃപ്തി തേടി ഞാൻ കടന്നു പോവുകയില്ല. വബിൽ ഇസ്ലാമി ദീന, ഈ ഭൂമി ലോകത്ത് ജീവിക്കുവാൻ എന്റെ നയരേഖകൾ വഴിതെളിച്ചു തരുന്ന മാർഗരേഖയായി പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെ എന്റെ മതമായി ഞാൻ റളീതു, അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല, അല്ലാഹുവിന്റെ റസൂലും പ്രവാചകരുമായി ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി ഞാൻ അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് മനുഷ്യന്റെ മനസ്സ് ഹൃദയംഗമമായി നിഷ്കളങ്കമായി ഉരുവിടേണ്ട ഒരു വലിയ സത്യപ്രതിജ്ഞയുടെ ഒരു പ്രഖ്യാപനമാണ്. ഈ 3 വാക്കുകളുടെ സംക്ഷിപ്തമായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ക്രമീകരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമായിരിക്കണം നമ്മളുടെ രക്ഷിതാവ് തമ്പുരാൻ. ആ വഹ്ദാനിയത്തിന്റെ സകലമാന സുഗന്ധങ്ങളും നമ്മൾ ഓരോരുത്തരുടെയും പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും വേണമെന്ന നിർബന്ധമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, ഇന്നലെ എന്റെ റൂഹിനെ കൊണ്ടുപോയി, ഒരു സമയമായപ്പോൾ ഈ പ്രഭാതത്തിൽ ആ റൂഹിനെ മടക്കി കൊണ്ടുതന്ന ഒരു പുനർജീവിതം തന്ന രക്ഷിതാവായ റബ്ബേ, നിനക്കാണ് സർവസ്തുതി. ആ പടച്ച തമ്പുരാനെ പറഞ്ഞിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. വൈകുന്നേരം അസ്തമിക്കുമ്പോഴും അങ്ങനെയാണ്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ ഇതാ തല ചായ്ക്കുകയാണ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ഉറക്കിൽ നിന്ന് ഒരു ഉണർവിലേക്ക് ഞാനില്ലെങ്കിലും എന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ഞാൻ അവസാനം ഉരവിടുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അഖിലമായി കൊണ്ടു നടന്ന മനോഹരമായ വചന സൗന്ദര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അകപ്പൊരുൾ ഒരു മനുഷ്യന്റെ തുടക്കത്തിലും ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിന്റെ അവസാനത്തിലും അവൻ കൈക്കൊള്ളണമെന്നത് ഈ പ്രകൃതിയും പ്രപഞ്ചവും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു നിർബന്ധമാണ്. അതിന്റെ മാർഗരേഖയാണ് വിശുദ്ധ ഇസ്ലാം നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്. ആ വഴിയിലൂടെ കടന്നു പോവാൻ കഴിയുമോ ഇല്ലയോ എന്ന ആവലാതി നിനക്കുണ്ടെങ്കിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ആ വഴിയിലൂടെ സഞ്ചരിച്ച് 100% ഒരു മനുഷ്യന്റെ പരിപൂർണ വിജയം നേടിയ അക്മലുൽ ബശറായ നബിയുനാ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിനചര്യകൾ നിനക്ക് മാതൃകയാണ്. ആ നബി കടന്നുപോയ വഴിയിലൂടെ നീയും പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നിന്നെ ചേർക്കുകയും അക്മലുൽ ബശറായ പരിപൂർണനായ ആബാദ ചൂടം പൂർണതയും ആജീവനാന്ത വിശുദ്ധിയും സമ്പൂർണനും പരിപൂർണനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണതയിലേക്ക് നിനക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് ഉണർത്തുകയാണ്. നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അംഗീകാരത്തിന്റെ മനോഹരമായ ഒരു
രാപ്രയാണമാണ് ഇസ്റാ മിഅ്റാജ്. പരിശുദ്ധ റജബ് മാസത്തിൽ സത്യവിശ്വാസിയുടെ ഹൃത്തടങ്ങൾ മുഖരിതമാകുന്നത് ആ വിശുദ്ധമായ രാപ്രയാണത്തിന്റെ ഓർമ്മകൾ തരുന്ന മിഅ്റാജാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഓരോന്നോരോന്നായി അസ്തമിച്ചുപോയി. താങ്ങും തണലുമായി പുറച്ചട്ടയായി നിന്നിരുന്ന അബൂ താലിബ് ലോകത്തോട് വിട പറഞ്ഞുപോയി. തന്റെ കൂട്ടിനിരുന്നിരുന്ന, തന്നെ വാരിച്ചേർത്ത് പുണർന്നിരുന്ന, ജീവിതത്തിന്റെ എല്ലാമായിരുന്ന സഖിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, ഒരു മനുഷ്യന് താങ്ങും തണലുമാകുന്ന ഭാര്യയേക്കാൾ വരുന്ന ഒരു ബന്ധം ഈ ലോകത്തിലില്ല എന്നതിന്റെ സംക്ഷിപ്തമാണ്. ഈ ലോകത്ത് മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു പകർന്നു കൊടുത്തത് അവന് കൂട്ടുകാരനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് രക്ഷിതാക്കളെയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തത് ഭാര്യയെയാണ്. സയ്യിദത്തുനാ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹാ, ആ നബിതങ്ങളെ അതിന്റെ പരിപൂർണതയിൽ ചേർത്തു പിടിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയുടെ വിഷമഭാരത്താൽ ആരെങ്കിലും തന്റെ കൂടെയൊന്ന് നിൽക്കുമോ എന്ന ആഗ്രഹത്താൽ കടന്നുപോയി ത്വായിഫിന്റെ മണ്ണിലേക്ക്. അവിടെ നിന്ന് വേദനാജനകമായ പ്രതികരണമാണ് നബിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാലിൽ കണങ്കാല് നീരൊഴുകി പൊട്ടിയൊഴിക്കുന്ന രക്തക്കറകളുമായി നബിതങ്ങൾ വേച്ച് നടക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനിയിലേക്ക് കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മനതാരിലെ ദുഃഖം എത്രയായിരിക്കും. നമ്മുടെ മുമ്പിൽ ഫലസ്തീൻ, മനുഷ്യാവകാശത്തിന്റെ സകല ചങ്ങലകളും തകർത്തെറിയപ്പെടുന്നതിന്റെ നേർചിത്രങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഈ ലോകത്ത് സംഭവിച്ചു പോകുന്നു എന്നത് നമ്മളുടെ ദൈനംദിന കാഴ്ചകളിൽ കടന്നു വരുമ്പോ ഹബീബായ നബിതങ്ങൾ അനുഭവിച്ച പ്രതിസന്ധികൾ നമുക്ക് അന്യമാകുന്നില്ല. ആ പ്രവാചകന്റെ സ്വഹാബത്ത് അനുഭവിച്ചു പോയ ഒരുപാട് വിഷമകരമായ ഘട്ടങ്ങൾ നമുക്ക് ആവലാതിയോ വേവലാതിയുടെയോ സംശയത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനക്കപ്പുറത്തേക്ക് പരന്ന ആദ്യമായി വിശുദ്ധ ഇസ്ലാം കടന്നു ചെന്ന മനോഹരമായ ബനൂ മുഅ്തഖ യുദ്ധത്തിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ സ്വഹാബിയായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ ഛേദിക്കപ്പെടുകയാണ്, ഇടത് കൈ ഛേദിക്കപ്പെടുകയാണ്. രണ്ട് കൈകളും ഛേദിക്കപ്പെട്ട് വലത് കൈയിൽ തൂങ്ങി നിൽക്കുന്ന ആ ഛേദിക്കപ്പെട്ട കൈകളുടെ തൊലിപ്പുറങ്ങളെ തന്റെ കാലുകൊണ്ട് അമർത്തി വലിച്ച കാലിന്റെ ഇടുക്കത്തിൽ പതാക സൂക്ഷിച്ചു വെച്ച ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിക്കുമാർ യഹ്യാ സിൻവാർ എന്ന ധീരനായ ഒരു നേതാവിന്റെ ചിത്രം ഫലസ്തീനിൽ നമ്മൾ കണ്ടു. തന്റെ കൈ ബോംബ് തകർത്ത് കളഞ്ഞപ്പോൾ ഇരുമ്പിന്റെ കമ്പികളെ കൊണ്ട് കെട്ടിയിട്ട് അവസാനത്തെ ഒരു കൈയിന്റെ ആയുധ പ്രയോഗം നടത്തി. അവസാനം ലോകത്തിന്റെ നെറുകയിലേക്ക് റമ്യു സിൻവാർ, സിൻവാറിന്റെ ഏറ് എന്ന മട്ടത്തിലുള്ള ഒരു പദപ്രയോഗം പോലും സമ്മാനിച്ചു പോയ ധീര നേതാവിന്റെ ഒരു മനോഹരമായ പോരാട്ടം ഈ സമൂഹത്തോട് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൽ നിലനിൽക്കാനുള്ള അചഞ്ചലമായ ഈമാനിന്റെ ബലത്തെ കുറിച്ചാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എല്ലാം വരിഞ്ഞു മുറുക്കപ്പെട്ടപ്പോ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കാത്തുകൊള്ളുമെന്ന ആ ഒരു വലിയ നിശ്ചയദാർഢ്യം, അതാണ് ഫലസ്തീനിന്റെ ജനതയും കൊണ്ടു നടന്നത്. എല്ലാം അസ്തമിച്ചു, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ പോലും അവസാനം ഫലസ്തീനിന്റെ മണ്ണ് ഖുദ്സ് ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചന പൊരുളുകളുടെ പ്രതിഫലനത്തെ ഇന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ജനത നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് ഈ ഭൂമി മുഴുവനും നിങ്ങൾക്ക് മീതെ പതിച്ചു നിന്നാലും
ആകാശത്തിന്റെ ഹിമകിരണങ്ങൾക്കിടയിലൂടെ ഉടയ തമ്പുരാന്റെ വാതിൽ നിങ്ങളെ തുറന്ന് കാത്തിരിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസമാണ്. അതാണ് മിഅ്റാജ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ അകപ്പെടുമ്പോ, ആരാരുമില്ലാത്ത നെട്ടോട്ടമോടുമ്പോ, ജീവിതത്തിന്റെ എല്ലാ ചുരങ്ങളിലും വലയങ്ങളിലും അകപ്പെട്ട് നിരാശയുടെ കൈക്കുമ്പിളിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവനോട് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നീ എങ്ങോട്ടും ഓടേണ്ടതില്ല. ഫഫിറൂ ഇലല്ലാഹ്, നിന്നെ സൃഷ്ടിച്ച യജമാനനായ പടച്ച തമ്പുരാനിലേക്ക് നീ ഓടുക. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ് നിന്റെ ഓട്ടം വേണ്ടത്. ആ പടച്ച തമ്പുരാൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അങ്ങേയറ്റം സുനിശ്ചിതമായ വിധത്തിലുള്ള ദൃഢമായ അന്നദാതാവായ രക്ഷിതാവായ ഉടയ തമ്പുരാനിലേക്ക് നീ നിന്റെ കാലുകൊണ്ട് നടക്കണം, ഓടണമെന്ന് പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം അതാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയാലും ഉടയ തമ്പുരാന്റെ ഹിമകിരണങ്ങൾക്കപ്പുറത്തു നിന്നുള്ള അർശിന്റെ നോട്ടം നിങ്ങളുടെ മേലെയുണ്ടെന്ന് മിഅ്റാജ് നമ്മളോട് പറഞ്ഞു തരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യ നിനക്കുമുണ്ടൊരു മിഅ്റാജ്. ആകാശലോകത്തേക്ക് കടന്നു പോവാൻ കഴിയുന്ന അനുഭൂതി തരുന്ന ഒരു മിഅ്റാജ് നിനക്കുമുണ്ട്. നീ 5 നേരവും ആരുടെ മുന്നിലേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത്, ആ യജമാനനായ അല്ലാഹുവിലേക്ക് നിനക്കൊരു മിഅ്റാജ് ഉണ്ട്. നീ കഴിക്കുന്ന ഭക്ഷണം വിളമ്പിത്തരുന്ന അന്നദാതാവായ പടച്ച തമ്പുരാനിലേക്ക് നിനക്കൊരു മിഅ്റാജ് ഉണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരു ചെറിയ ഇന്ദ്രിയ ഗണത്തിൽ നിന്ന് മാംസ കഷ്ണമാക്കിയ മാംസത്തിന് എല്ല് തന്ന്, ആ എല്ലിനെ കവർ ചെയ്ത് ഇറച്ചി തന്ന് ഒരു വടിവൊത്ത ശരീരമാക്കി നിന്നെ പടച്ചുവിട്ട തമ്പുരാനിലേക്ക് നിനക്കൊരു മിഅ്റാജ് ഉണ്ട്. ആ മിഅ്റാജ് നിസ്കാരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങളിൽ അകപ്പെടുമ്പോ ഇനിയൊരു സഹായം എനിക്കുണ്ടോ, എന്നെ ആര് കാത്തുകൊള്ളുമെന്ന മനോഭാവത്തിന് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോ, ഇവിടേക്കും കടന്നു പോകേണ്ടതില്ല. ഒരാള് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അത് ഉടമസ്ഥനായ തമ്പുരാനാണ്. ആ റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് നല്ല വുളു എടുത്ത് കൈകെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അഖില ലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ഖാലിഖായ റബ്ബിനോട് മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിസ്കാരം അല്ലാഹുവിനോടുള്ള മുനാജാത്താണ്, സംഭാഷണമാണ്. എന്റെ റബ്ബിനോടാണ് ഞാനിത് പറയുന്നത്. എന്റെ മുമ്പിൽ എന്റെ റബ്ബ് എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, അവൻ എന്നെ കേൾക്കുന്നുണ്ട്. അവൻ എന്നെ കേട്ട് അതിന് മറുപടി തരാൻ സജ്ജമാമിതം റബ്ബ് എന്നെ കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന മനോഭാവത്തിൽ നീ ഒന്ന് നിസ്കരിച്ചു തുടങ്ങ്. നിന്റെ മേലാപ്പിൽ ആകാശങ്ങളുടെ ഒരുപാട് പർദീസകൾ ഒരുക്കപ്പെടുന്ന സ്വപ്ന ലോകങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു നിനക്ക് കാണിച്ചു തരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിസ്കാരം പ്രധാനമാണ്. ആ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയത് മുതൽ അങ്ങോട്ട് അല്ലാഹുവിനോടുള്ള സംസാരമാണ്. ഏതു മനുഷ്യന്റെ മുന്നിലും കൈനീട്ട് യാചിക്കേണ്ട ഗതിയില്ലാത്ത വിധം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ സൗകര്യങ്ങൾ നിനക്ക് ഒരുക്കി തന്ന ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് തലകുനിച്ച് റുകൂഇലേക്ക് പോയിട്ട് നീ പറയുന്നു, സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി, ഏറ്റവും വലിയ രക്ഷിതാവായ എന്റെ തമ്പുരാനെ, നിന്നേക്കാൾ പരിശുദ്ധനായി ഒരാളുമില്ല റബ്ബേ. അതിനേക്കാൾ ഒരു സാഷ്ടാംഗ പ്രണാമം അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്തുകൊണ്ട് ഈ നെറ്റിത്തടം വെച്ചുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, പടച്ചവനെ, എന്റെ ശിരസ് കുനിയുന്നത് നിന്നിലേക്ക് മാത്രമാണ്. ആ അല്ലാഹുവിങ്കലേക്ക് സാഷ്ടാംഗം വെക്കുമ്പോ ഈ
ലോകത്ത് ഒരാളുടെ മുമ്പിലും നമ്മളുടെ നെറ്റിത്തടം കുനിക്കേണ്ടി വരികയില്ല. ഇതാണ് ഫലസ്തീൻ എന്ന ജനതയുടെ ഉൾബോധത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആത്മീയതയുടെ ഈമാനിക പോരാട്ടം എന്ന് പറയുന്നത്. 5 വഖത്ത് മുടങ്ങാതെ ശിരസ് വെക്കുന്ന യജമാനനായ തമ്പുരാന്റെ ആ മഹനീയമായ സംരക്ഷണം ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന ബോധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള തിരിഞ്ഞു നോട്ടമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമുക്ക് നീട്ടി തന്നുകൊണ്ട് പറയുന്നു, അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. നീ നിസ്കാരത്തിലൂടെ നിന്റെ സൃഷ്ടാവിനോട് സംസാരിക്കുമ്പോൾ ആ സൃഷ്ടാവ് നിനക്ക് തരുന്ന മറുപടികളാണ് പരിശുദ്ധ ഖുർആൻ. ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ നീ ഇങ്ങനെ ഓതുമ്പോ ഓരോ ആയത്തിലൂടെ അള്ളാഹു നിങ്ങളോട് സംസാരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും. വലനബ്ലുവന്നക്കും, പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ. അത് ചിലപ്പോ സമ്പത്ത് കൊണ്ടാകാം, ചിലപ്പോ ഭക്ഷണം കൊണ്ടാകാം, ചിലപ്പോ മക്കളെ കൊണ്ടാകാം, ചിലപ്പോ ഏത് വിധത്തിലുമുള്ള പരീക്ഷണങ്ങളാവാം. അല്ലാഹ് പറയുന്നു, ഹത്താ നഅലമൽ മുജാഹിദീൻ, നിങ്ങളിൽ ആരാണ് ധർമ്മ സമരം ഏറ്റെടുത്ത് ഇതിൽ ക്ഷമ കൈക്കൊള്ളുന്നത് എന്നറിയാനാണ് ഈ പരീക്ഷണം. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ധർമ്മ സമരം നടത്തുന്നവരാരാണ്. ഏറ്റവും വലിയ ജിഹാദ്, ഇസ്ലാമിന്റെ ജിഹാദ് എന്നാൽ ആള് കൂടി നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ബോംബെറിഞ്ഞിട്ടുള്ള ജിഹാദ് ഇസ്ലാമിൻ്റെതല്ല. ഇസ്ലാം പറയുന്ന ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം നഫ്സിനോടാണ്. അതുകൊണ്ടാണ് വലിയ ഘോരമായ യുദ്ധത്തിന്റെ വിജയം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹബീബായ നബി തങ്ങൾ തബൂക്ക് കഴിഞ്ഞു വരുമ്പോ പറയുന്നത്, റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. സഹാബത്തെ, കുഞ്ഞു യുദ്ധമേ കഴിഞ്ഞിട്ടുള്ളൂ, വലിയ യുദ്ധത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. വമൽ ജിഹാദുൽ അക്ബർ യാ റസൂലല്ലാഹ്. ഒരു യുദ്ധം കഴിഞ്ഞതിന്റെ ക്ഷീണം മുറ്റി നിൽക്കുന്ന സഹാബത്ത് ചോദിക്കുന്നു, ഇതിലപ്പുറം ഇനി വലിയ യുദ്ധമേതാണ്? നബി തങ്ങൾ പറയുന്നു, മുജാഹദത്തുൻ നഫ്സ്, നീ നിന്റെ ശരീരത്തോട് നടത്തേണ്ട പ്രതിരോധമാണ്. ആ ശരീരം നിന്നെ പല വിധത്തിൽ പ്രേരിപ്പിക്കുമ്പോ, തിന്മയുടെ ഒരുപാട് വലയങ്ങളിലേക്ക് നിന്നെ ചേർക്കുമ്പോ, നിന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, ഫിത്ന പറയാൻ, ഫസാദ് പറയാൻ, ഒരു നാടിനെ രണ്ടാക്കാൻ, ഒരു കുടുംബത്തെ തമ്മിലടിപ്പിക്കാൻ, ഒരു വാപ്പയെ, ഒരു മകനെ, ഒരു മകളെ തമ്മിലടിപ്പിക്കാൻ, ജീവിതത്തിൽ അനൈക്യങ്ങൾ പേറുന്ന അവസരങ്ങൾ വെച്ച് നീട്ടി തരുമ്പോ, അതിനനുസൃതമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തരുമ്പോ, അതിനനുസൃതമായ ഫേസ്ബുക്കിന്റെ ലിങ്കുകൾ തരുമ്പോ, അതിലൊക്കെ വിരലമർത്താനുള്ള സൗകര്യങ്ങളൊക്കെ തരുമ്പോ, സ്വന്തം നഫ്സിനോട് പ്രതിരോധത്തിൽ ഏർപ്പെടാൻ കഴിയണം. ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല, ഇതെന്റെ റബ്ബിന്റെ വഴിയല്ല. അവിടെ തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വിജയിക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും വലിയ വിജയി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റജബിൽ, ശഅബാനിൽ, റമളാനിൽ ഒരു പടർക്കളത്തിൽ അടരാടുന്ന പോരാടി ഒരുങ്ങുന്ന ഒരുക്കത്തോടെ നമ്മൾ സജ്ജരാവുക. എല്ലാ മ്ലേച്ഛതകളോടും നമ്മൾ വിട പറയുക. ഈ നഫ്സിനെ ശുദ്ധീകരിക്കുക. ഗീബത്തില്ലാത്ത, നമീമത്തില്ലാത്ത, അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, അനൈക്യമില്ലാത്ത, വഞ്ചനയില്ലാത്ത, ഫിത്നയില്ലാത്ത, ഫസാദില്ലാത്ത, സ്നേഹത്തിന്റെ മലർവാടിയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന സുമോഹനമായ മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിന്റെ മുമ്പിലേക്കൊന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയൊന്ന് നിസ്കരിച്ചു നോക്കിയേ. പടച്ചവൻ നീ വെളിപ്പുറത്ത് നിന്റെ മുമ്പിൽ വന്നു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ പറഞ്ഞു തരുന്നത് എല്ലാം എന്നോടാണെന്ന ബോധത്തോടെ കേട്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. അല്ലാഹു നമുക്കതിന് സൗഭാഗ്യം തരുമാറാകട്ടെ.